പുല്ല് തന്നെ വളരും, നെല്ല് വളർത്തിയെങ്കിലേ വളരൂ. ഒരു വ്യക്തിയിൽ പാപം ആധിപത്യം പുലർത്തുവാൻ പ്രത്യേകം ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഒഴുക്കിനൊത്ത് മുൻപോട്ട് പോയാൽ മതി. എന്നാൽ വിശുദ്ധി ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ ബോധപൂർവം അതിനുവേണ്ടി പരിശ്രമം അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ പ്രാധാന്യം എന്താണ്? പാപം ഒരു വ്യക്തിയിൽ വരുത്തി വയ്ക്കുന്ന വിന എത്ര ഭീകരമായിരിക്കും? ഒരു വേദഭാഗം വായിക്കട്ടെ. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം, 2-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. പാപം എന്താണ്? എന്താണ് പാപമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഭീകരത എത്ര വലുതാണ് എന്ന് ബോധ്യമാകുന്നത്. പാപം എന്താണ്? ഒന്ന്, അത് കൽപ്പന ലംഘനമാണ്. ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനയുടെ അതിർത്തി ഭേദിക്കലാണ്. ദൈവം വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അതിർത്തിയുണ്ട്. ആ അതിർത്തി ഭേദിക്കപ്പെടുമ്പോൾ അത് പാപമായി മാറുകയാണ്. ശരീരത്തിനും മനസ്സിനും സംതൃപ്തി നൽകേണ്ടതിന് ദൈവം വെച്ചിരിക്കുന്ന ന്യായമായ മാർഗങ്ങളുണ്ട്. എന്നാൽ അന്യായമായ മാർഗത്തിലൂടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരാൾ പരിശ്രമിക്കുമ്പോൾ അത് പാപത്തിലേക്ക് നീങ്ങുകയാണ്. ഓർക്കുക, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, ഇറ്റേണൽ പർപ്പസ് ഉണ്ട്, നിത്യതയുടെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തകർന്നു പോകുമ്പോൾ, ദൈവിക ലക്ഷ്യം തകർന്നു പോകുമ്പോൾ അത് പാപത്തിലേക്ക് നീങ്ങുകയാണ്. ആ തലത്തിൽ ചിന്തിച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന അതിർത്തി ഭേദിക്കുന്ന, ദൈവകൽപ്പനയെ ലംഘിക്കുന്ന, ശരീരത്തിന്റെയും മനസ്സിന്റെയും ന്യായമായ ആവശ്യങ്ങൾ അന്യായമായ വഴിയിലൂടെ പരിഹരിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യം തകർക്കുന്ന പാപം സാർവത്രികമാണ്. ഇതിന് അനുതാപം അനിവാര്യമാണ്. പാപത്തിന് വേദപുസ്തകം പല കാറ്റഗറികൾ നൽകിയിട്ടുണ്ട്. 1, രഹസ്യ പാപമുണ്ട്. 2, മനഃപൂർവമായ പാപമുണ്ട്. 3, മനഃപൂർവമല്ലാത്ത പാപമുണ്ട്. 4, മരണകരമായ പാപമുണ്ട്. 5, നിത്യപാപമുണ്ട്. യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ചില പാപങ്ങളെ സംബന്ധിച്ച് അത് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത പോലും അർഹിക്കുവാൻ ആവശ്യമില്ല, അത്രമാത്രം അത് പാപമാണ് എന്ന് പറഞ്ഞാൽ മധ്യസ്ഥത കൊണ്ട് പോലും പരിഹരിക്കപ്പെടാത്ത വിധത്തിൽ മരണകരമായ ചില പാപങ്ങളുണ്ട്. അപ്പോൾ പാപത്തിന്റെ പട്ടികകൾ വ്യത്യസ്തമാണ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ അതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എന്നാൽ പാപം വരുത്തി വയ്ക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അവൻ സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം അവസാനിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള സംസർഗം അവൻ അവസാനിക്കുന്നു. അപ്പന്റെ മകൻ ആകാതെ വരുന്നില്ല. മുടിയനായ മകൻ പാപം ചെയ്തിട്ടും അപ്പന്റെ മകൻ ആകാതെ വന്നില്ല. പക്ഷേ അപ്പനുമായിട്ടുള്ള സംസർഗം, ബന്ധം അവസാനിക്കുകയാണ്. ആ ബന്ധങ്ങളിൽ എവിടെയോ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. എപ്പോഴും അപ്പന്റെ സംസർഗം കൊതിക്കുന്ന മകന് ഇപ്പോൾ അപ്പനെ കാണാൻ തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. പാപം കൂട്ടായ്മ ബന്ധത്തെ അവസാനിപ്പിക്കും. 2, പാപം പ്രാർത്ഥനയുടെ മറുപടിയെ തടയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് മറുപടി പ്രാപിക്കാൻ വ്യക്തി അർഹനല്ലാതാക്കി മാറ്റും. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. അപ്പോൾ അകൃത്യം കരുതപ്പെട്ടാൽ, പാപം ഹൃദയത്തിൽ ആധിപത്യം പുലർത്തിയാൽ പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടും. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ബാധ്യസ്ഥനല്ലാതെയാകും. 3, പാപം വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതി തകർക്കും. ജോസേഫേ, കാരാഗ്രഹമോ പൊത്തിപ്പേറിന്റെ വീടോ പൊട്ടക്കിണറോ ഒന്നും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കില്ല. എന്നാൽ പാപം ചെയ്യാനുള്ള അവസരത്തിൽ നീ മുട്ടിടിച്ച് പാപത്തിന് മുമ്പിൽ വീണിരുന്നെങ്കിൽ സിംഹാസനത്തിലേക്കുള്ള യാത്ര അതോടെ അവസാനിക്കുമായിരുന്നു. ദൈവിക പദ്ധതി പാപം തകർത്ത് കളയും. ഗൗരവമായ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. പാപം ആധിപത്യം പുലർത്തിയാൽ സ്വന്തം ശരീരത്തിൽ വസിക്കേണ്ടതിന് ബലഹീനതകളെയും രോഗാത്മാക്കളെയും വിളിച്ചു വരുത്തുകയായിരിക്കും പതിവ്. ദൈവിക സംരക്ഷണം അതോടെ ഇല്ലാതാകുക ചെയ്താൽ ബലഹീനത ഗുരുതരമായി തീരും. പാപം വരുത്തി വയ്ക്കുന്ന ഭീകരത. ഇനിയും അതിപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദൈവജനത്തോടുള്ള കൂട്ടായ്മയുടെ മാധുര്യം അവസാനിച്ചിട്ട് എപ്പോഴും തെറ്റായ വശങ്ങൾ മാത്രം കാണത്തക്ക വിധം വിമർശനത്തിന് വേണ്ടി നിരീക്ഷിക്കുന്ന വ്യക്തിയാക്കി ആളിനെ പാപം മാറ്റും. ഇത് ഭയങ്കരമാണ്. നിത്യത പോലും കൈവിട്ടു പോകത്തക്ക വിധം ഗുരുതരമാണ്. ഇവിടെ മടങ്ങി വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആഴമായ അനുതാപം. അനുതപിച്ചു മടങ്ങി വരുന്നതിന് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഓർക്കുക, കണ്ണ് നനഞ്ഞ് അനുതപിക്കുവാൻ തുടങ്ങുമ്പോൾ നാളെയാട്ടെ എന്ന് പറഞ്ഞ് അനുതാപം മാറ്റിവെക്കാൻ ചെവിയിൽ മന്ത്രിക്കുന്ന പൈശാചിക ശക്തികളുമുണ്ട്. ഇന്ന് തീരുമാനമെടുക്കുക, കർത്താവേ, ഈ പാപത്തിന്മേൽ ജയമെടുക്കാൻ കൃപ എന്റെ മേൽ പകരണമേ. ഒരു നിമിഷം നസ്രയനായ യേശുവിൻ നാമത്തിൽ
ജീവിതത്തിൽ പാപത്തിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ഈ കേൾവിക്കാരന് മേൽ കൃപ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.